ഈ ആഖ്യാനം ഒരു ശ്രവ്യാനുഭവമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾക്ക് ശബ്ദവുമായി പൂർണ്ണമായ പൊരുത്തം ഉണ്ടാകണമെന്നില്ല. ദയവായി ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെല്ലാരും കേട്ടത് ഗാന്ധിനെ നെഹ്റുവിനെയൊക്കെ പറ്റണമായിരിക്കും. ഭഗത് സിംഗിന്റെ ധൈര്യത്തെക്കുറിച്ചും സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര കേട്ടതാ. അതൊക്കെ ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ വലിയ അധ്യായങ്ങളാണ്, സംശയമില്ല. പക്ഷെ നമ്മൾ ഇന്ത്യന്റെ ചരിത്രം പറയണ പുസ്തകത്തിലൊന്നും കാണാത്ത, അല്ലെങ്കിൽ ആരും അധികം പറയാത്ത ഒരു വല്ലാത്ത മൊഞ്ചത്തി പെണ്ണിന്റെ കഥയുണ്ട്. കാട്ടുപൂവിന്റെ ഭംഗിയും കാട്ടുതീയുടെ ശക്തിയുമുള്ള ഒരു പെണ്ണിന്റെ കഥ. അവളുടെ പേരാണ് ഗൈഡിൻല്യൂ. നമ്മളെല്ലാരും പിന്നീട് റാണി ഗൈഡിൻല്യൂ എന്ന് വിളിച്ച നാഗന്മാരുടെ സ്വന്തം റാണി. ഈ കഥ തുടങ്ങുന്നത് നമ്മളെ കേരളത്തിന്റെ തീരത്തുനിന്നോ ഡൽഹിയിലെ വലിയ കെട്ടിടങ്ങളിൽ നിന്നോ അല്ല. ഈ കഥയുടെ വേരുകൾ കിടക്കുന്നത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ കോണിലാണ്. ഇന്നത്തെ മണിപ്പൂരും നാഗാലാൻഡും ആസാമുമൊക്കെ ചേർന്ന് കിടക്കുന്ന പച്ചപ്പുകൊണ്ട് പുതച്ചുറങ്ങുന്ന മലനിരകളില്. അവിടെയാണ് സെലിയാങ്റോങ് എന്നറിയപ്പെടുന്ന നാഗവംശജർ ജീവിച്ചിരുന്നത്. റോങ്മെയ്, സെമെ, ലിയാങ്മായി എന്നീ 3 ഗോത്രങ്ങൾ ചേർന്ന ഒരു വലിയ കൂട്ടം. നമ്മുടെ നാട്ടിലെ വയലും പുഴയും ഒന്നുമല്ല അവിടുത്തെ ലോകം. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും പച്ച മലകള്, ആകാശം മുട്ടാനെന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങള്. കോടമഞ്ഞ് വന്ന മലകളെ പുതപ്പിക്കുന്നത് കണ്ടാൽ ഏതോ മാന്ത്രിക ലോകത്തെത്തിയ പോലെ തോന്നും. ഈ മലകളുടെ മക്കൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ടായിരുന്നു. അവരുടേതായ ഭാഷ, അവരുടേതായ വിശ്വാസങ്ങള്, അവരുടേതായ ജീവിത രീതി. ടിങ്കാവോ റഗ്വാങ് എന്ന സൃഷ്ടാമായ ദൈവത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. കാടിനെയും മലയെയും പുഴയെയും ദൈവതുല്യമായി കണ്ടിരുന്ന, പ്രകൃതിയുമായി ഇഴകിച്ചേർന്ന് ജീവിച്ചിരുന്ന ഒരു ജനത. അവരുടെ ജീവിതം ലളിതമായിരുന്നു. കൃഷി ചെയ്തും വേട്ടയാടിയും കാട്ടിലെ വിഭവങ്ങൾ ശേഖരിച്ചും അവർ ജീവിച്ചു. അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ആ മലനിരകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നു. പുറം ലോകവുമായി അവർക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ശാന്തമായ ജീവിതത്തിലേക്കാണ് വെള്ളക്കാരന്റെ ബൂട്ടിട്ട കാലുകൾ ആദ്യമായി ചവിട്ടിക്കയറുന്നത്. ബ്രിട്ടീഷുകാര് കച്ചവടത്തിനെന്ന പേരിൽ വന്ന് പതിയെ പതിയെ നാടുമുഴുവൻ പിടിച്ചടക്കിയ ആ കൂട്ടര്. അവരുടെ കണ്ണ് ഈ മലനിരകളിലുമെത്തി. അവർക്ക് ഈ മലകളിലെ തേക്ക് വേണമായിരുന്നു, കാട്ടിലെ വിഭവങ്ങൾ വേണമായിരുന്നു, പിന്നെ ഈ മലനിരകളിലൂടെ ബർമ്മയിലേക്കൊരു വഴി വേണമായിരുന്നു. അതിനുമപ്പുറം തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ കൊടിപാറാത്ത ഒരു മൺതരി പോലും ഇന്ത്യയിൽ വേണ്ട എന്നതായിരുന്നു അവരുടെ വാശി. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ നാഗന്മാരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. തുടക്കത്തിൽ അതത്ര കാര്യമായില്ല. പക്ഷെ പതിയെ പതിയെ അവരുടെ നിയമങ്ങൾ വന്നു. നാഗന്മാർക്ക് അതുവരെ പരിചയമില്ലാത്ത നികുതി എന്ന ഏർപ്പാട് വന്നു. ഓരോ വീടിനും നികുതി കൊടുക്കണം. ബ്രിട്ടീഷ് സർക്കാരിനു വേണ്ടി സൗജന്യമായി ജോലി ചെയ്യണം. ഇതിനെ പോതാങ് എന്നായിരുന്നു അവർ വിളിച്ചിരുന്നത്. ആളുകളെ പിടിച്ച് റോഡ് പണിക്കും കെട്ടിടം പണിക്കും ഒക്കെ കൊണ്ടുപോകും. കൂലിയില്ല, ഭക്ഷണമില്ല, അടിമപ്പണി. തലമുറകളായി സ്വന്തം കാടിന്റെ രാജാക്കന്മാരായി ജീവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ അഭിമാനത്തിനാണ് വെള്ളക്കാരൻ വിലയിട്ടത്. ഇതിനൊപ്പം തന്നെയായിരുന്നു മറ്റൊരു വരവ്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ. അവർ വന്നത് യേശുവിന്റെ വചനം പ്രചരിപ്പിക്കാനായിരുന്നു. സ്കൂളുകളും ആശുപത്രികളുമൊക്കെ അവർ തുടങ്ങി. പല നാഗന്മാരും പുതിയ മതത്തിലേക്ക് മാറി. ഇത് ആ സമൂഹത്തില് വലിയൊരു പിളർപ്പുണ്ടാക്കി. സ്വന്തം പാരമ്പര്യവും വിശ്വാസവും മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചവരും പുതിയ മതവും ജീവിതരീതിയും സ്വീകരിച്ചവരും തമ്മിൽ ഒരകൽച്ച വന്നു. ബ്രിട്ടീഷുകാര് ഈ മിഷണറിമാരെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. കാരണം മതം മാറിയാല് ആളുകൾ തങ്ങളുടെ ഭരണത്തിനെതിരെ നിൽക്കില്ലെന്ന് അവർ കണക്കുകൂട്ടി. ഒരു ജനതയുടെ ആത്മാവിനെയാണ് അവർ ലക്ഷ്യം വെച്ചത്. ഈയൊരു കാലഘട്ടത്തിലാണ് 1915 ജനുവരി 26-ന് മണിപ്പൂരിലെ തമംഗ്ലോങ് ജില്ലയിലെ ലോങ്കാവോ എന്ന ചെറിയ ഗ്രാമത്തില് റോങ്മെയ് ഗോത്രത്തില് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. അവളുടെ അച്ഛൻ ലോതോനാങ്, അമ്മ കലോത്ലിയു. 8 മക്കളിൽ 5-ാമത്തവൾ. അവരവൾക്ക് പേരിട്ടു ഗൈഡിൻല്യൂ. വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്നവൾ എന്നോ മറ്റോ അർത്ഥം വരുന്ന ഒരു പേര്. അവൾ വളർന്നത് ഈ അസ്വസ്ഥമായ സാഹചര്യങ്ങളിലാണ്. ഒരു വശത്ത് വെള്ളക്കാരന്റെ നിയമങ്ങളും നികുതിയും അടിമപ്പണിയും, മറുവശത്ത് സ്വന്തം ജനതയുടെ ഇടയിൽ പടരുന്ന മതപരമായ ഭിന്നത. ചെറുപ്പത്തിലെ അവൾ ഒരു പ്രത്യേക കുട്ടിയായിരുന്നു. സമപ്രായക്കാരായ കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ ഗൈഡിൻല്യൂ ഗ്രാമത്തിലെ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കും. വെള്ളക്കാരൻ വരുന്നതിന് മുൻപുള്ള കാലത്തെക്കുറിച്ച്, തങ്ങളുടെ പൂർവികരുടെ ധീരതയെക്കുറിച്ച്, കാടിന്റെ നിയമങ്ങളെക്കുറിച്ച്. ആ കഥകൾ കേട്ട് അവളുടെ കുഞ്ഞു മനസ്സിൽ ചില ചോദ്യങ്ങൾ മുളപൊട്ടാൻ തുടങ്ങി. എന്തിനാണ് നമ്മൾ ഈ വെള്ളക്കാർക്ക് നികുതി കൊടുക്കുന്നത്? എന്തിനാണ് അവർക്ക് വേണ്ടി നമ്മൾ അടിമപ്പണി ചെയ്യുന്നത്? ഈ കാടും മലയും നമ്മുടേതല്ലേ? അവളുടെ കണ്ണുകളിൽ അസാധാരണമായ ഒരു തിളക്കമുണ്ടായിരുന്നു. നിശബ്ദയായി കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു കഴിവ്. ഗ്രാമത്തിൽ വരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയും അവരുടെ കൂടെ വരുന്ന പട്ടാളക്കാരെയും അവൾ ദൂരെ നിന്ന് നോക്കി നിൽക്കും. അവരുടെ ധാർഷ്ട്യവും സ്വന്തം ജനതയുടെ നിസ്സഹായാവസ്ഥയും അവളെ വല്ലാതെ നോവിച്ചു. അവളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു.
അവളുടെ അമ്മാവന്റെ മകൻ, അവളുടെ കസിൻ, ഹൈപ്പോ ജഡോനാങ്. ഗൈഡിൻ ല്യൂവിനേക്കാൾ 10 വയസ്സിന് മൂത്തവൻ. ജഡോനാങ് ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നില്ല. ചെറുപ്പത്തിലെ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരുന്ന, എന്തൊക്കെയോ അസാധാരണമായ കഴിവുകളുണ്ടെന്ന ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി. അയാൾക്ക് ചില ദർശനങ്ങളുണ്ടാകുമായിരുന്നു. ഭാവി പ്രവചിക്കാൻ കഴിയുമെന്ന് ചിലർ വിശ്വസിച്ചു. അയാൾ മണിക്കൂറുകളോളം ധ്യാനിച്ചിരിക്കും. കാടിന്റെയും മലയുടെയും ആത്മാവിനോട് സംസാരിക്കുന്നവൻ എന്നാണ് ആളുകൾ അയാളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ജഡോനാങ് തന്റെ ജനതയുടെ അവസ്ഥ കണ്ട് വേദനിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണവും മിഷണറിമാരുടെ കടന്നുകയറ്റവും തങ്ങളുടെ സംസ്കാരത്തെയും അസ്തിത്വത്തെയും ഇല്ലാതാക്കുമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇതിനൊരു പരിഹാരം വേണം. ഈ അടിമത്തം അവസാനിക്കണം. നാഗന്മാർക്ക് അവരുടേതായ ഒരു രാജ്യം വേണം. നാഗരാജ്. വെള്ളക്കാരനില്ലാത്ത, തങ്ങളുടെ സ്വന്തം നിയമങ്ങളും വിശ്വാസങ്ങളുമുള്ള ഒരു സ്വതന്ത്ര ലോകം. ഈയൊരു ലക്ഷ്യത്തിനായി അയാൾ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങി. ഹെരാക്ക എന്നായിരുന്നു അതിന്റെ പേര്. ശുദ്ധമായ വഴി എന്നർത്ഥം. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നില്ല. അതൊരു സാമൂഹിക, മതപരമായ നവീകരണ പ്രസ്ഥാനം കൂടിയായിരുന്നു. തങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ ഒഴിവാക്കി അതിനെ ശുദ്ധീകരിച്ച് ഒറ്റ ദൈവമായ ടിങ്കാവൂർ റഗ്വാങ്ങിലുള്ള വിശ്വാസം ഉറപ്പിക്കുക, അതോടൊപ്പം ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് തുരത്തുക. ഇതായിരുന്നു ജഡോനാങ്ങിന്റെ ലക്ഷ്യം. അയാളുടെ വാക്കുകൾക്ക് കാട്ടുതീയുടെ ശക്തിയുണ്ടായിരുന്നു. അയാൾ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പ്രസംഗിച്ചു. നമ്മൾ എന്തിനു വെള്ളക്കാരന് നികുതി കൊടുക്കണം? ഈ മണ്ണ് നമ്മുടേതാണ്. നമ്മൾ എന്തിനവരുടെ അടിമകളാകണം? നമ്മുടെ പൂർവികർ സിംഹങ്ങളെപ്പോലെ ജീവിച്ചവരാണ്. നമ്മൾ ഭയക്കരുത്. ടിങ്കാവോ റഗ്വാങ് നമ്മോടൊപ്പമുണ്ട്. ഒരു പുതിയ യുഗം വരാൻ പോകുന്നു. വെള്ളക്കാരില്ലാത്ത നാഗന്മാരുടെ സ്വന്തം രാജ്യം. അക്കൂട്ടത്തിൽ ജഡോനാങ്ങിന്റെ ഓരോ വാക്കും ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ കുടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ, ദൃഢനിശ്ചയത്തോടെ തന്റെ സഹോദരന്റെ പ്രസംഗങ്ങൾ കേട്ടുനിന്ന ആ പെൺകുട്ടി, അത് ഗൈഡിൻ ല്യൂ ആയിരുന്നു. അവൾക്ക് ജഡോനാങ് വെറുമൊരു സഹോദരനായിരുന്നില്ല, ഒരു നേതാവായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. അവന്റെ സ്വപ്നം അവളുടേതുമായി. നാഗന്മാരുടെ സ്വാതന്ത്ര്യമെന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക്, ചരിത്രം തന്നെ കാത്തുവച്ച തന്റെ ദൗത്യത്തിലേക്ക് അവൾ പതുക്കെ കാലെടുത്തു വയ്ക്കുകയായിരുന്നു. മലമുകളിലെ ആ മാലാഖയുടെ ചിറകുകൾക്ക് കാട്ടുതീയുടെ ചൂട് കൈവരാൻ തുടങ്ങുകയായിരുന്നു. ജഡോനാങ്ങിന്റെ ഹെരാക്ക പ്രസ്ഥാനം ഒരു രഹസ്യസംഘം പോലെയാണ് പ്രവർത്തിച്ചത്. പകല് അവര് സാധാരണ ഗ്രാമീണര്. കൃഷിപ്പണിക്ക് പോകും, വേട്ടയാടും, കുട്ടികളോടൊപ്പം കളിക്കും. പക്ഷെ രാത്രിയായാൽ, അല്ലെങ്കിൽ കാടിന്റെ ഉള്ളറകളിൽ, അവര് സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളായി മാറും. ജഡോനാങ് വെറുമൊരു പ്രസംഗകൻ മാത്രമായിരുന്നില്ല, അയാൾ വല്ലാത്തൊരു സംഘാടകനായിരുന്നു. ഗൈഡൻ ല്യൂ പതിയെ പതിയെ ഈ സംഘത്തിന്റെ ഒരു ഭാഗമായി. തുടക്കത്തിൽ ആരും അവളെ അത്ര കാര്യമായി എടുത്തില്ല. ഒരു ചെറിയ പെൺകുട്ടി, അവൾക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ജഡോനാങ്ങിന് ആളുകളെ തിരിച്ചറിയാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവൻ തന്റെ ഈ കുഞ്ഞനിയത്തിയുടെ കണ്ണുകളിലെ തീ കണ്ടു. അവളുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ ദൃഢനിശ്ചയം അവൻ തിരിച്ചറിഞ്ഞു. ഗൈഡിൻ ല്യൂ, നീ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ നടക്കുന്നത്? ഒരു ദിവസം ജഡോനാങ് അവളോട് ചോദിച്ചു. അവളുടെ മറുപടി ലളിതമായിരുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം എനിക്കിഷ്ടമാണ്. ആ സ്വപ്നം, വെള്ളക്കാരില്ലാതെ നമ്മുടെ സ്വന്തം നാട്, അതെനിക്ക് വേണം. അതിനുവേണ്ടി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവളുടെ ശബ്ദത്തിൽ ഉറപ്പുകേട്ട് ജഡോനാങ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. വെറും വാക്കുകളല്ല അതെന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ ഗൈഡിൻ ല്യൂ ജഡോനാങ്ങിന്റെ നിഴലായി മാറി, അവന്റെ ഏറ്റവും വിശ്വസ്തയായ ശിഷ്യ. രാക്കാ പ്രസ്ഥാനത്തിന്റെ തത്വങ്ങൾ ഒരു പുസ്തകത്തിലെന്ന പോലെ അവൾ മനഃപ്പാഠമാക്കി. ജഡോനാങ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി പുതിയ പാട്ടുകളും നൃത്തങ്ങളും ചിട്ടപ്പെടുത്തിയിരുന്നു. ഈ പാട്ടുകൾ വെറും പാട്ടുകളായിരുന്നില്ല, അത് അവരുടെ ചരിത്രമായിരുന്നു, അവരുടെ വേദനയായിരുന്നു, അവരുടെ പ്രതീക്ഷയായിരുന്നു. ആ പാട്ടുകൾ കേട്ടാൽ തളർന്നുപോരവനും എഴുന്നേറ്റ് നിന്ന് പോരാടും. അമ്മാതിരി വീര്യമായിരുന്നു അതിന്. ഈ പാട്ടുകളെല്ലാം ആദ്യമായി പഠിച്ചെടുത്തത് ഗൈഡിൻ ല്യൂ ആയിരുന്നു. അവൾക്ക് വല്ലാത്ത ഓർമ്മശക്തിയായിരുന്നു. ഒരു തവണ കേട്ടാൽ മതി, അത് മുഴുവൻ അവളുടെ തലയിലുണ്ടാകും. പിന്നീട് അവൾ മറ്റു പെൺകുട്ടികളെയും ചെറുപ്പക്കാരെയും ഈ പാട്ടുകൾ പഠിപ്പിച്ചു. അവളുടെ ശബ്ദത്തിൽ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയായിരുന്നു. ആളുകൾ പറയുമായിരുന്നു, ഗൈഡിൻ ല്യൂ പാടുമ്പോൾ നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ നമ്മളോടൊപ്പം നൃത്തം ചെയ്യാൻ വരും. അതോടൊപ്പം തന്നെ ഹെറാക്ക പ്രസ്ഥാനം ഒരു സൈനിക വിഭാഗത്തിനും രൂപം നൽകിയിരുന്നു. റിഫെൻ എന്നായിരുന്നു അതിന്റെ പേര്. ഗ്രാമത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചെറുപ്പക്കാർക്ക് ആയുധ പരിശീലനം നൽകി. എന്തായുധം? തോക്കും ബോംബും ഒന്നുമല്ല. അവരുടെ ആയുധം കാടായിരുന്നു. അമ്പും വില്ലും കുന്തവും പിന്നെ
ദാവ് എന്നറിയപ്പെടുന്ന അവരുടെ പരമ്പരാഗതമായ കൊടുവാളും. ബ്രിട്ടീഷ് പട്ടാളക്കാരെ എങ്ങനെ കാടിന്റെ ഉള്ളറകളിലേക്ക് ആകർഷിച്ചു കൊടുക്കാം, എങ്ങനെ ഒളിപ്പോര് നടത്താം എന്നതിലായിരുന്നു പരിശീലനം. ഈ പരിശീലനക്കളരികളിൽ ഗൈഡൻ ല്യൂവും ഒരു കാഴ്ചക്കാരിയായില്ല. അവൾ ആൺകുട്ടികളോടൊപ്പം നിന്ന് അമ്പെയ്യാൻ പഠിച്ചു, കുന്തമറിയാൻ പഠിച്ചു. ഒരു പോരാളിയാകാൻ വേണ്ടതെല്ലാം അവൾ സ്വായത്തമാക്കി. ജഡോണാങ് തന്റെ പ്രസ്ഥാനത്തിന് വ്യക്തമായൊരു രൂപം നൽകി. പല ഗ്രാമങ്ങളിലായി കാവോക്കായി എന്ന പേരിൽ പുതിയ ആരാധനാലയങ്ങൾ പണിതു. ഇത് ബ്രിട്ടീഷുകാർ പിന്തുണയ്ക്കുന്ന ക്രിസ്ത്യൻ പള്ളികൾക്ക് ഒരു ബദലായിരുന്നു. ജനങ്ങളോട് ബ്രിട്ടീഷ് നിയമങ്ങൾ അനുസരിക്കരുതെന്നും നികുതി കൊടുക്കരുതെന്നും അവർക്കുവേണ്ടി അടിമപ്പണി ചെയ്യരുതെന്നും അയാൾ ആഹ്വാനം ചെയ്തു. അവന്റെ വാക്കുകൾ കേട്ട് പല ഗ്രാമങ്ങളും നികുതി കൊടുക്കുന്നത് നിർത്തി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾ അവരെ ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ബ്രിട്ടീഷുകാർക്ക് കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി തുടങ്ങിയത്. തുടക്കത്തിൽ അവരിതിനെ വെറുമൊരു നാടൻ കലാപമായിട്ടാണ് കണ്ടത്, കാട്ടിലെ കുറച്ച് ഡിക്കാരി കാണിക്കുന്ന പേക്കൂത്തുടൽ. പക്ഷേ തമെങ്ലോങ്ങിലെ സബ് ഡിവിഷണൽ ഓഫീസറായിരുന്ന എസ്.ജെ. ഡങ്കൻ എന്ന സായിപ്പിന് മനസ്സിലായി ഇതത്ര നിസ്സാരമല്ല. ജഡോനാങ് എന്ന ചെറുപ്പക്കാരൻ ഒരു സാധാരണക്കാരനല്ലെന്നും അവന്റെ പിന്നിൽ വലിയൊരു ജനവിഭാഗം അണിനിരക്കുന്നുണ്ടെന്നും അയാൾ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. മിഷനറിമാരും പരാതിപ്പെട്ടു. ജഡോനാങ്ങിന്റെ ഹെരാക്ക പ്രസ്ഥാനം കാരണം മതം മാറ്റങ്ങൾ കുറയുന്നു, ആളുകൾ പള്ളിയിൽ വരാൻ മടിക്കുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ പരാതി. ബ്രിട്ടീഷുകാർക്ക് പേടി ജഡോനാങ്ങിന്റെ രാഷ്ട്രീയത്തെ മാത്രമല്ലായിരുന്നു, അവന്റെ ആത്മീയ സ്വാധീനത്തെയായിരുന്നു അവർ കൂടുതൽ ഭയന്നത്. ജനങ്ങൾ അവനെ ഒരു പ്രവാചകനായി, ഒരു രക്ഷകനായി കാണാൻ തുടങ്ങിയിരുന്നു. നാഗരാജിന്റെ രാജാവായി ജഡോനാങ് ഉടൻ അവതരിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചു. ഒരു ജനതയ്ക്ക് അത്തരമൊരു വിശ്വാസം വന്നാൽ പിന്നെ അവരെ തോക്കുകൾ കൊണ്ട് ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് നന്നായി അറിയാമായിരുന്നു. അവർ ജഡോനാങ്ങിനെതിരെ ഒരു കെണിയൊരുക്കാൻ തീരുമാനിച്ചു. ഒരു ജനകീയ നേതാവിനെ വെറുതെ അറസ്റ്റ് ചെയ്താൽ അത് വലിയൊരു കലാപത്തിന് കാരണമാകും. അതുകൊണ്ട് അവന് ജനങ്ങളുടെ മുന്നിൽ ഒരു കുറ്റവാളിയാക്കണം. അതിനുവേണ്ടി അവരൊരു വല്ലാത്ത കള്ളക്കഥ മെനഞ്ഞു. 1930 ജഡോനാങ് ഒരു വലിയ പൂജ നടത്താൻ തീരുമാനിച്ചു. തന്റെ പ്രസ്ഥാനത്തിന് ദിവ്യശക്തി ലഭിക്കാനായി, തന്റെ ജനതയെ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി. ഇതിനായി അയാളൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുത്തു, ഭൂവൻ ഗുഹകൾ. വളരെ നിഗൂഢമായ, ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒരിടം. ഈ പൂജയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബ്രിട്ടീഷ് ചാരന്മാർ മണത്തറിഞ്ഞു. അവർ ഉടൻ തന്നെ ഒരു കഥ പ്രചരിപ്പിച്ചു. ജഡോനാങ് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാനുള്ള മാന്ത്രിക ശക്തിക്കുവേണ്ടി നരബലി നടത്താൻ പോകുന്നു. ഇതൊരൊന്നൊന്നര കളിയായിരുന്നു. നരബലി എന്ന വാക്ക് കേട്ടപ്പോ ജഡോനാങ്ങിനെ പിന്തുണച്ചിരുന്ന ചിലർ പോലും ഒന്ന് ഭയന്നു. ബ്രിട്ടീഷുകാർക്കതായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു നേതാവിനെ തകർക്കാൻ ഏറ്റവും നല്ല മാർഗം അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. അവരീ കഥ എല്ലായിടത്തും പ്രചരിപ്പിച്ചു. ജഡോനാങ് ഒരു ദുർമന്ത്രവാദിയാണ്, അപകടകാരിയാണ് എന്നൊക്കെ അവർ പറഞ്ഞു നടന്നു. ഈ സമയത്തെല്ലാം ഗൈഡിൻ ലൂ ജഡോനാങ്ങിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കളികൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. തന്റെ നേതാവിനെ അവർ കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ജഡോനാങ്ങും അപകടം മണത്തു. അയാൾ കൂടുതൽ രഹസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. തന്റെ അനുയായികളോട് ശാന്തരായിരിക്കാനും ബ്രിട്ടീഷുകാരുടെ പ്രകോപനങ്ങളിൽ വീഴരുതെന്നും അയാൾ ഉപദേശിച്ചു. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലായിരുന്നു. അവർ ജഡോനാങ്ങിനെ പിടിക്കാനായി ആസാം റൈഫിൾസിലെ പട്ടാളക്കാരെ നിയോഗിച്ചു. ഗ്രാമങ്ങൾ തോറും അവർ റെയ്ഡ് നടത്തി. ഹെരാക്ക പ്രസ്ഥാനത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തു, ക്രൂരമായി മർദ്ദിച്ചു. കാടും മലയും അക്ഷരാർത്ഥത്തിൽ പട്ടാള ബൂട്ടുകൾക്ക് കീഴിൽ അമർന്നു. ജഡോനാങ് ഒളിവിൽ പോയി. ഗ്രാമങ്ങൾ തോറും വേഷം മാറി സഞ്ചരിച്ച് തന്റെ പ്രസ്ഥാനത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ ഒറ്റുകാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നല്ലോ. പണത്തിനും പദവിക്കും വേണ്ടി സ്വന്തം കൂടപ്പിറപ്പുകളെ ഒറ്റിക്കൊടുക്കുന്നവർ. അങ്ങനെ ഒരാൾ ജഡോനാങ്ങിന്റെ ഒളിസങ്കേതം ബ്രിട്ടീഷുകാർക്ക് കാണിച്ചുകൊടുത്തു. 1931 ഫെബ്രുവരി 19. ആ ദിവസത്തിന് ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അസമിലെ കച്ചാർ എന്ന സ്ഥലത്തുവെച്ച് ബ്രിട്ടീഷ് പോലീസ് ഹൈപ്പോ ജഡോനാങ്ങിനെ അറസ്റ്റ് ചെയ്തു. നാഗന്മാരുടെ രാജാവാകാൻ സ്വപ്നം കണ്ട ആ ചെറുപ്പക്കാരന്റെ കൈകളിൽ അവർ വിലങ്ങുവെച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ മലനിരകളിൽ പടർന്നു. ഹെരാക്ക പ്രസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. അവരുടെ നേതാവ്, അവരുടെ പ്രതീക്ഷ, അവരുടെ ദൈവം ഇപ്പോൾ വെള്ളക്കാരന്റെ തടവറയിലാണ്. ഇനി എന്തു ചെയ്യും? എല്ലാം തീർന്നോ? പലരും നിരാശരായി. പോരാട്ടം അവസാനിച്ചുവെന്ന് കരുതി. എന്നാൽ ആൾക്കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. ആരുടെ കണ്ണുകളിലും നിരാശയായിരുന്നില്ല, ആളിക്കത്തുന്ന കനലുകളായിരുന്നു. ആരുടെ മനസ്സിലും ഭയമായിരുന്നില്ല, അടങ്ങാത്ത പകയായിരുന്നു. ജഡോനാങ്ങിന്റെ അറസ്റ്റ് ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കമാണെന്ന് അവൾക്ക് തോന്നി.
നേതാവ് വീണെടുത്തുനിന്ന് പതാകയേന്താൻ, ആ സ്വപ്നം പൂർത്തിയാക്കാൻ ചരിത്രം അവളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നമ്മുടെ കഥ ഒരു നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നാഗന്മാരുടെ പ്രതീക്ഷയായിരുന്ന ജഡോനാങ് വെള്ളക്കാരന്റെ കയ്യിലായി. ഇംഫാലിലെ ജയിൽ അഴികൾക്കുള്ളിൽ ആ സിംഹം അടക്കപ്പെട്ടു. അവനെ പിടിച്ചാൽ മാത്രം പോരാ, അവനെ എന്നേക്കുമായി ഇല്ലാതാക്കണം. അവന്റെ ഓർമ്മ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണം. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്ലാൻ. അവർ ജഡോനാങ്ങിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർത്തി. കൊലപാതകം, രാജ്യദ്രോഹം, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, അങ്ങനെ പലതും. അവർ കെട്ടിച്ചമച്ച നരബലിയുടെ കഥയായിരുന്നു അതിൽ പ്രധാനം. അവരൊരു കോടതി നാടകം തന്നെ നടത്തി. ബ്രിട്ടീഷ് ജഡ്ജി, ബ്രിട്ടീഷ് പ്രോസിക്യൂട്ടർ, അവർക്കു വേണ്ടപ്പെട്ട സാക്ഷികൾ. വിധി നേരത്തെ തന്നെ എഴുതിവച്ചിരുന്നു. ജഡോനാങ്ങിന് പറയാനുള്ളതൊന്നും കേൾക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഈ സമയം അത്രയും മലനിരകളിൽ ഹെരാക്ക പ്രസ്ഥാനം തകർന്നുപോയിരുന്നു. നേതാവില്ലാത്ത സൈന്യത്തെപ്പോലെ അവർ ചിതറിപ്പോയി. പലരും ഭയന്ന് വീടുകളിൽ ഒളിച്ചു. ചിലർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് രക്ഷപ്പെട്ടു. പോരാട്ടം അവസാനിച്ചുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ലോങ്കാവോ എന്ന ആ കൊച്ചു ഗ്രാമത്തിലെ ഒരു വീട്ടിലിരുന്ന് ഒരു 16-കാരി പെൺകുട്ടി ഉറങ്ങാതെ രാത്രികൾ തള്ളി നീക്കുന്നുണ്ടായിരുന്നു. ഗൈഡിൻ ല്യൂ. അവളുടെ മനസ്സിൽ ജഡോനാങ്ങിന്റെ വാക്കുകൾ മാറ്റൊലിക്കൊണ്ടു. ഗൈഡിൻ ല്യൂ, നീ സാധാരണ പെൺകുട്ടിയല്ല. നിന്നിൽ നമ്മുടെ പൂർവികരുടെ ശക്തിയുണ്ട്. ഒരുനാൾ നീ ഈ ജനതയെ നയിക്കും. അന്നതൊരു തമാശയായിട്ടാണ് അവൾക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് ആ വാക്കുകൾക്ക് ഒരു പ്രവചനത്തിന്റെ ശക്തിയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് മുന്നിൽ 2 വഴികളുണ്ടായിരുന്നു. ഒന്നുകിൽ മറ്റുള്ളവരെപ്പോലെ ഭയന്ന് എല്ലാം മറന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുക, അല്ലെങ്കിൽ താഴെ വീണുപോയ ആ പതാക കയ്യിലെടുക്കുക, ആ സ്വപ്നം സ്വന്തമാക്കാൻ വേണ്ടി പോരാടുക. മരണം മുന്നിലുണ്ടെന്ന് ഉറപ്പുള്ള രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ അസാമാന്യമായ ധൈര്യം വേണം. അവൾ രഹസ്യമായി ഹെറാക്ക പ്രസ്ഥാനത്തിലെ വിശ്വസ്തരായ ആളുകളെ കാണാൻ തുടങ്ങി. ജഡോനാങ്ങിന്റെ ഏറ്റവും അടുത്ത അനുയായികളെ അവൾ ഒത്തുകൂട്ടി. തുടക്കത്തിൽ അവർക്കും സംശയമായിരുന്നു. ഗൈഡിൻ ല്യൂ, നീയൊരു കുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. നിന്നെക്കൊണ്ട് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുമോ? ബ്രിട്ടീഷുകാർ ചെന്നായ്ക്കളെപ്പോലെയാണ്. അപ്പോൾ ഗൈഡിൻ ല്യൂവിന്റെ മറുപടി ഇതായിരുന്നു: ജഡോനാങ് എനിക്കൊരു സഹോദരൻ മാത്രമല്ല, ഗുരുവായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പെണ്ണായതുകൊണ്ടോ എനിക്ക് പ്രായം കുറവായതുകൊണ്ടോ ആ സ്വപ്നത്തിന്റെ വില കുറയുന്നില്ല. നിങ്ങളെന്റെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ഈ പോരാട്ടം തുടരും, അല്ലെങ്കിൽ ഞാനിതൊറ്റയ്ക്ക് ചെയ്യും, എന്റെ അവസാന ശ്വാസം വരെ. അവളുടെ വാക്കുകളിലെ തീയും കണ്ണുകളിലെ ദൃഢനിശ്ചയവും കണ്ടപ്പോൾ അവർക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവരാ 16-കാരിക്ക് മുന്നിൽ തലകുനിച്ചു. ജഡോനാങ്ങിന്റെ ആത്മാവ് അവളിലൂടെ സംസാരിക്കുന്നതുപോലെ അവർക്ക് തോന്നി. അങ്ങനെ ചിതറിപ്പോയ ഹെരാക്ക പ്രസ്ഥാനത്തിന് ഒരു പുതിയ നേതാവുണ്ടായി, ഗൈഡിൻ ല്യൂ. അവളുടെ ആദ്യത്തെ ലക്ഷ്യം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു. ജഡോനാങ് ഒരു ആത്മീയ നേതാവ് കൂടിയായിരുന്നെങ്കിൽ ഗൈഡിൻ ല്യൂവിന്റെ സമീപനം കൂടുതൽ രാഷ്ട്രീയപരവും സൈനികപരവുമായിരുന്നു. അവൾ ജനങ്ങളോട് പറഞ്ഞു, ഇനി പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും വേണം. നമ്മുടെ കൈകളിലെ ആയുധങ്ങൾക്കാണ് ഇനി സംസാരിക്കാനുള്ള ഊഴം. അവൾ ഹെരാക്ക പ്രസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചു. റിഫൻ എന്ന സൈനിക വിഭാഗത്തെ അവൾ കൂടുതൽ ശക്തമാക്കി. ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരെ അവൾ പോരാട്ടത്തിലേക്ക് ക്ഷണിച്ചു. അവളുടെ ആഹ്വാനം കേട്ട് 100 കണക്കിന് ചെറുപ്പക്കാർ അവളുടെ സൈന്യത്തിൽ ചേർന്നു. അവൾ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു. ജഡോനാങ്ങിന്റെ പാട്ടുകൾ പാടി അവന്റെ സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു. ആളുകൾക്ക് നഷ്ടപ്പെട്ടുപോയ ആവേശം തിരികെ വന്നു. അവർ ഗൈഡിൻ ല്യൂവിനെ വെറുമൊരു നേതാവായിട്ടല്ല കണ്ടത്. അവർ അവളിൽ ഒരു ദൈവിക പരിവേശം കണ്ടു. ജഡോനാങ്ങിന്റെ പിൻഗാമിയായി തങ്ങളെ രക്ഷിക്കാൻ വന്ന ദേവതയായി അവരവളെ ആരാധിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ഇംഫാലിലെ കോടതി നാടകം അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. 1931 ജൂൺ മാസത്തിൽ ഹൈപ്പോ ജഡോനാങ്ങിനെ തൂക്കിക്കൊല്ലാൻ ബ്രിട്ടീഷ് കോടതി വിധിച്ചു. ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലായിരുന്നു ആ വിധി. 1931 ഓഗസ്റ്റ് 29 ആ കറുത്ത ദിനം വന്നെത്തി. ഇംഫാൽ നദിക്കരയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി ബ്രിട്ടീഷുകാർ ഹൈപ്പോ ജഡോനാങ്ങിനെ തൂക്കിലേറ്റി. തങ്ങളുടെ നേതാവ് അവസാനമായി ശ്വാസം വലിക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ ആ ജനതയ്ക്ക് കഴിഞ്ഞുള്ളൂ. ജഡോനാങ്ങിനെ ഇല്ലാതാക്കിയാൽ ഈ പ്രസ്ഥാനം തീരുമെന്ന് ബ്രിട്ടീഷുകാർ കണക്കുകൂട്ടി. പക്ഷെ അവർക്ക് തെറ്റി. അവർക്ക് വലിയൊരു തെറ്റുപറ്റി. ജഡോനാങ്ങിന്റെ മരണം ഹെറാക്ക പ്രസ്ഥാനത്തെ തളർത്തിയില്ല, അതതിന് പുതിയൊരു ഊർജം നൽകി.
അത് രോഷത്തിന്റെ, പ്രതികാരത്തിന്റെ ഊർജ്ജമായിരുന്നു. ജഡോനാങ്ങിന്റെ ഓരോ തുള്ളി രക്തത്തിനും പകരം ചോദിക്കുമെന്ന് ഗൈഡിൻ ല്യൂവും അവളുടെ അനുയായികളും ശപഥം ചെയ്തു. ഇനി ഗൈഡിൻ ല്യൂവിന്റെ യുഗമായിരുന്നു. അവൾ തന്റെ പ്രവർത്തനകേന്ദ്രം നാഗാലാൻഡിലെ പുലോമി എന്ന ഗ്രാമത്തിലേക്ക് മാറ്റി. അവിടെ അവൾ തടികൊണ്ടൊരു വലിയ കോട്ട പണിതു. ബ്രിട്ടീഷ് പട്ടാളത്തിന് എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം. ആ കോട്ടയ്ക്കുള്ളിലിരുന്ന് അവൾ തന്റെ ഗറില്ലാ യുദ്ധത്തിന് പദ്ധതിയിട്ടു. അവളുടെ തന്ത്രങ്ങൾ ബ്രിട്ടീഷുകാരെ ശരിക്കും ഞെട്ടിച്ചു. അവൾ പരസ്യമായൊരു യുദ്ധത്തിന് നിന്നില്ല. അവളുടെ സൈന്യം കാടിന്റെ മക്കളായിരുന്നു. കാട് അവരുടെ അമ്മയെപ്പോലെയായിരുന്നു. അവർ കാട്ടിൽ ഒളിച്ചിരുന്ന് ബ്രിട്ടീഷ് പട്രോൾ സംഘങ്ങളെ ആക്രമിക്കും. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കും. വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കും. ബ്രിട്ടീഷുകാർ പണിത പാലങ്ങൾ തകർക്കും. അവർക്ക് വേണ്ട സാധനങ്ങളുമായി പോകുന്ന വണ്ടികൾ കൊള്ളയടിക്കും. മിന്നൽ പോലെ വന്ന് ആക്രമിച്ച് കാടിന്റെ മറവിലേക്ക് അപ്രത്യക്ഷയാവുന്ന അവളുടെ സൈന്യത്തെ പിടിക്കാൻ ബ്രിട്ടീഷുകാർ നന്നേ പാടുപെട്ടു. ബ്രിട്ടീഷുകാർക്കിത് വലിയൊരു തലവേദനയായി. ഒരു പെൺകുട്ടി തങ്ങളുടെ ഉറക്കം കെടുത്തുന്നു എന്നത് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അതൊരു നാണക്കേടായിരുന്നു. ആസാമിലെ ബ്രിട്ടീഷ് കമ്മീഷണർ ജെ.സി. ഹിഗ്ഗിൻസ് ഗൈഡിൻ ല്യൂവിനെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കാൻ ഉത്തരവിട്ടു. അവളെ പിടികൂടുന്നവർക്ക് വലിയൊരു തുക പാരിതോഷികവും പ്രഖ്യാപിച്ചു. 200 രൂപയായിരുന്നു ആദ്യത്തെ വാഗ്ദാനം. പിന്നീട് അത് 500 രൂപയായി ഉയർത്തി. അക്കാലത്ത് അതൊരു ഭീമമായ തുകയായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ വിലക്കെടുക്കാൻ മാത്രം വലിയ തുക. പക്ഷേ ഒരു നാഗൻ പോലും ഗൈഡിൻ ല്യൂവിനെ ഒറ്റിക്കൊടുത്തില്ല. അവർക്ക് അവൾ വെറുമൊരു നേതാവായിരുന്നില്ല, അവരുടെ റാണിയായിരുന്നു. അവരുടെ അഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു. അവർ അവൾക്കുവേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്നു. ഗ്രാമീണർ അവൾക്ക് ഭക്ഷണവും ഒളിത്താവളവും നൽകി. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് അവർ മുൻകൂട്ടി വിവരങ്ങൾ നൽകി. ഗ്രാമങ്ങൾ തോറും അവൾക്കായി ഒരു രഹസ്യശൃംഖല തന്നെ പ്രവർത്തിച്ചു. ഗൈഡിൻ ല്യൂവിന്റെ ധീരതയെക്കുറിച്ചുള്ള കഥകൾ മലനിരകളിൽ നിന്ന് മലനിരകളിലേക്ക് കാറ്റുപോലെ പറന്നു. അവൾക്ക് മാന്ത്രിക ശക്തിയുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചു. ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടകൾ അവളുടെ ദേഹത്ത് തട്ടില്ലെന്നും അവൾക്ക് വായുവിൽ അപ്രത്യക്ഷയാവാൻ കഴിയുമെന്നും കഥകൾ പരന്നു. ഈ കഥകൾ അവളുടെ പോരാളികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ബ്രിട്ടീഷ് സർക്കാർ കൂടുതൽ സൈന്യത്തെ അവിടേക്ക് അയച്ചു. ആസാം റൈഫിൾസിന്റെ ഒരു ബറ്റാലിയൻ മുഴുവൻ ഗൈഡിൻ ല്യൂവിനെ പിടിക്കാനായി മാത്രം മല കയറി. അവർ ഗ്രാമങ്ങളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗൈഡിൻ ല്യൂവിനെ പിന്തുണയ്ക്കുന്നുവെന്ന് സംശയമുള്ളവരുടെ വീടുകൾ കത്തിച്ചു. അവരുടെ വിളകൾ നശിപ്പിച്ചു. ആളുകളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പക്ഷേ ഗൈഡിൻ ല്യൂ പിടികൊടുത്തില്ല. അവളൊരു ചിത്രശലഭത്തെപ്പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പറന്നു. ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് തന്റെ താവളം മാറ്റി. ഓരോ തവണയും ബ്രിട്ടീഷുകാർ അവളുടെ ഒളിസങ്കേതം കണ്ടെത്തിയെത്തുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. ബ്രിട്ടീഷ് രേഖകളിൽ തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർ അത്ഭുതത്തോടെ എഴുതിവെച്ചിട്ടുണ്ട്: ഈ പെൺകുട്ടിയെ പിടിക്കുന്നത് അസാധ്യമായിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് അമാനുഷികമായ കഴിവുകളുണ്ടെന്ന് തോന്നുന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരിൽ ഒരാളെ ഈ ദൗത്യമേൽപ്പിച്ചു, ജെ.പി. മിൽസ്. ഇയാൾ വെറുമൊരു പട്ടാളക്കാരനായിരുന്നില്ല. നാഗന്മാരുടെ സംസ്കാരത്തെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചും നന്നായി പഠിച്ച, അവരുടെ ഭാഷ പോലും സംസാരിക്കാൻ അറിയാമായിരുന്ന ഒരു നരവംശശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. ശത്രുവിനെ കീഴടക്കാൻ ശത്രുവിനെപ്പോലെ ചിന്തിക്കണമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഗൈഡിൻ ല്യൂവിന്റെ മാന്ത്രിക കഥകളിലൊന്നും അയാൾ വിശ്വസിച്ചില്ല. അവൾ സമർത്ഥയായ ഒരു ഗറില്ലാ നേതാവാണെന്ന് അയാൾക്കു മനസ്സിലായി. മിൽസ് പുതിയൊരു തന്ത്രം പ്രയോഗിച്ചു. പട്ടാളത്തെ ഉപയോഗിച്ച് ഗ്രാമങ്ങൾ ആക്രമിക്കുന്നതിനു പകരം അയാൾ നാഗന്മാരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ച ഗ്രാമങ്ങളെയും ഹെരാക്ക പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഗ്രാമങ്ങളെയും തമ്മിൽ ശത്രുതയിലാക്കുക, അതാണ് അയാൾ ലക്ഷ്യമിട്ടത്. ഗൈഡിൻ ല്യൂവിനെ ഒറ്റിക്കൊടുക്കുന്നവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി: പണം, ഭൂമി, സർക്കാർ ജോലി, അങ്ങനെ പലതും. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും വലിയ തന്ത്രം അയാൾ മലനിരകളിലും പ്രയോഗിച്ചു. പക്ഷേ ഗൈഡിൻ ല്യൂവും അവളുടെ ആളുകളും അത്ര പെട്ടെന്നൊന്നും ആ കെണിയിൽ വീണില്ല. അവർ കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങി. ഗൈഡിൻ ല്യൂവിന്റെ സൈന്യം പല ചെറുസംഘങ്ങളായി പിരിഞ്ഞു. ഓരോ സംഘത്തിനും ഓരോ നേതാവ്. അവൾ ഒരു സ്ഥലത്ത് തന്നെ എക്കോയിൽ നേരം തങ്ങിയില്ല. ഇന്നൊരു ഗ്രാമത്തിലാണെങ്കിൽ നാളെ മറ്റൊരു മലയുടെ മുകളിലായിരിക്കും. അവളുടെ സഞ്ചാരപാത പ്രവചിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. അവളുടെ പോരാളികൾ നടത്തിയ ആക്രമണങ്ങൾ ബ്രിട്ടീഷുകാരെ ശരിക്കും വലച്ചു. 1932 തുടക്കത്തിൽ ഹാങ്ഗ്രം എന്ന ഗ്രാമത്തിനടുത്തുവച്ച് ആസാം റൈഫിൾസിന്റെ ഒരു വലിയ സംഘത്തെ ഗൈഡിൻ ല്യൂവിന്റെ പോരാളികൾ പതിയിരുന്ന് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അവരുടെ തോക്കുകളും വെടിക്കോപ്പുകളും ഗൈഡിൻ ല്യൂവിന്റെ സൈന്യം പിടിച്ചെടുത്തു. ഇത് അവർക്ക് കിട്ടിയ വലിയൊരു വിജയമായിരുന്നു. തോക്കുകൾ ഉപയോഗിക്കാൻ പഠിച്ചതോടെ അവരുടെ ആക്രമണങ്ങൾക്ക് ശക്തി കൂടി. ഈ സംഭവം ബ്രിട്ടീഷുകാരെ ശരിക്കും പ്രകോപിപ്പിച്ചു.
ജെ.പി. മിൽസ് നേരിട്ട് രംഗത്തിറങ്ങി. അയാൾ നൂറുകണക്കിനു പട്ടാളക്കാരുമായി മലനിരകൾ അരിച്ചുപെറുക്കാൻ തുടങ്ങി. ഗൈഡിൻ ലൂ പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും അവർ കാവലേർപ്പെടുത്തി. അവൾക്കും അവളുടെ സൈന്യത്തിനും ഭക്ഷണവും വെള്ളവും കിട്ടാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു പ്രദേശത്തെ ആകെ അവർ ഉപരോധത്തിലാക്കി. ഗ്രാമങ്ങളിലേക്ക് ആർക്കും വരാനോ പോകാനോ അനുവാദമില്ലാതായി. ഗൈഡിൻ ലൂവും അവളുടെ ആളുകളും ശരിക്കും കഷ്ടപ്പെട്ടു. ദിവസങ്ങളോളം അവർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു. കാട്ടിലെ കിഴങ്ങുകളും ഇലകളും ഭക്ഷിച്ചാണ് അവർ ജീവൻ നിലനിർത്തിയത്. തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ ഗുഹകളിലും പാറയിടുക്കുകളിലും അവർ അഭയം തേടി. പല പോരാളികളും രോഗം വന്നും പട്ടിണി കിടന്നും മരിച്ചു. അതൊരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. എന്നിട്ടും ഗൈഡിൻ ലൂ തളർന്നില്ല. അവൾ തന്റെ ആളുകൾക്ക് ധൈര്യം കൊടുത്തു. നമ്മുടെ പൂർവികർ ഇതിലും വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ തോറ്റുകൊടുക്കരുത്. ടിങ്കാവോ റഗ്വാങ് നമ്മളെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കും. അവളുടെ വാക്കുകൾ അവർക്ക് പുതിയൊരു ഊർജം നൽകി. അവൾ ഒരുപാട് തവണ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പിടിയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഒരിക്കൽ അവൾ ഒളിച്ചിരുന്ന ഒരു ഗ്രാമം പട്ടാളക്കാർ വലഞ്ഞു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് ഉറപ്പായ നിമിഷം ഗ്രാമത്തിലെ ഒരു സ്ത്രീ അവളെ സഹായിച്ചു. അവർ ഗൈഡിൻ ലൂവിനെ തങ്ങളുടെ നെല്ല് പുഴുങ്ങുന്ന വലിയൊരു പാത്രത്തിനടിയിൽ ഒളിപ്പിച്ചു. പട്ടാളക്കാർ വീട് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും അവളെ കണ്ടെത്താനായില്ല. അവർ പോയതിനുശേഷം ഗ്രാമീണർ അവളെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. മറ്റൊരു സംഭവം നടന്നത് നോർത്ത് കച്ചാർ ഹിൽസിലായിരുന്നു. ഗൈഡിൻ ലീവും അവളുടെ പ്രധാനപ്പെട്ട ഏതാനും പോരാളികളും ഒരു ചെറിയ കുടിലിൽ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബ്രിട്ടീഷ് പട്ടാളം അവിടേക്ക് ഇരച്ചു കയറിയത്. ഒരു ഏറ്റുമുട്ടൽ ഉറപ്പായി. ഗൈഡിൻ ലീയും സംഘവും കയ്യിൽ കെട്ടിയ ആയുധങ്ങളുമായി അവരെ നേരിട്ടു. ആ ചെറിയ കുടിലിനുള്ളിൽ ഒരു യുദ്ധം തന്നെ നടന്നു. ഇരുട്ടിൽ നടന്ന ആ പോരാട്ടത്തിനിടയിൽ ഗൈഡിൻ ലീവിന് എങ്ങനെയോ അവിടെനിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അവളുടെ പല വിശ്വസ്തരായ പോരാളികളും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അത് അവൾക്ക് വലിയൊരു നഷ്ടമായിരുന്നു. ഈ സംഭവത്തിനു ശേഷം ഗൈഡിൻ ലീവ് കൂടുതൽ ഒറ്റപ്പെട്ടു. ബ്രിട്ടീഷ് ഉപരോധം ശക്തമായതോടെ ഗ്രാമീണർക്ക് അവളെ സഹായിക്കുന്നത് അപകടകരമായി മാറി. അവളെ സഹായിച്ചാൽ തങ്ങളുടെ ഗ്രാമം മുഴുവൻ ബ്രിട്ടീഷുകാർ ചുട്ടരിക്കുമെന്ന് അവർ ഭയന്നു. ചില ഗ്രാമമുഖ്യന്മാർ ഗൈഡിൻ ലീവിനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. നിന്റെ ഈ പോരാട്ടം കാരണം ഞങ്ങളുടെ ജീവിതം നരകതുല്യമായി. ദയവേത് ഇത് നിർത്തൂ എന്നവർ പറഞ്ഞു. അതവളെ വല്ലാതെ വേദനിപ്പിച്ചു. ആർക്കുവേണ്ടിയാണോ താൻ പോരാടുന്നത് അവർ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ. അതായിരുന്നു ഒരു പോരാളിക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എങ്കിലും അവൾ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇന്ന് നമ്മൾ കീഴടങ്ങിയാൽ നാളെ നമ്മുടെ മക്കളും അടിമകളായി ജീവിക്കേണ്ടിവരും. സ്വാതന്ത്ര്യത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടിവരും. ആ വിലയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, അവൾ മറുപടി പറഞ്ഞു. 1932 ഒക്ടോബർ മാസം ഗൈഡിൻ ലീവും അവളുടെ വിശ്വസ്തരായ ഏതാനും അനുയായികളും പുലോമി ഗ്രാമത്തിനടുത്തുള്ള പുലോയ് എന്ന ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർച്ചയായ പലായനവും പോരാട്ടവും അവളെയും സംഘത്തെയും ശരിക്കും തളർത്തിയിരുന്നു. ബ്രിട്ടീഷ് സൈന്യം തങ്ങളുടെ വേട്ട അവസാനിപ്പിച്ചുവെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതൊരു വലിയ തെറ്റായിരുന്നു. ജെ.പി. മിൽസിന് ഒരു രഹസ്യ വിവരം കിട്ടി. ഗൈഡിൻ ലീവ് പുലോയ് ഗ്രാമത്തിലുണ്ടെന്ന വിവരം. ഇത്തവണ ഒറ്റിക്കൊടുത്തത് ആ ഗ്രാമത്തിലെ തന്നെ ഒരാളായിരുന്നു. ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്ത പണത്തിലും പ്രലോഭനങ്ങളിലും അയാൾ വീണുപോയി. 1932 ഒക്ടോബർ 17 ആ ദിവസം രാത്രി ഗൈഡിൻ ലീവും അവളുടെ ആളുകളും ഗാഠനിദ്രയിലായിരുന്നു. പെട്ടെന്നാണ് ആ ഗ്രാമം മുഴുവൻ ആസാം റൈഫിൾസിലെ പട്ടാളക്കാർ വലഞ്ഞത്. ക്യാപ്റ്റൻ മക്ഡൊണാൾഡിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഓപ്പറേഷൻ. അവരൊരു ശബ്ദമുണ്ടാക്കാതെ ഗ്രാമത്തിലെ ഓരോ വീട്ടിലേക്കുമുള്ള വഴികൾ അടച്ചു. ഗൈഡിൻ ലീവ് താമസിക്കുന്ന കുടിൽ അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവരാ കുടിലിലേക്ക് ഇരച്ചുകയറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൈഡിൻ ലീവും അവളുടെ ആളുകളും ഞെട്ടിയുണർന്നു. അവർക്ക് പ്രതികരിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപ് പട്ടാളക്കാർ അവരെ കീഴ്പ്പെടുത്തി. തോക്കിൻ ബനയിൽ ആ 16-കാരിയെയും അവളുടെ കൂടെയുണ്ടായിരുന്നവരെയും അവർ ബന്ധനസ്ഥരാക്കി. 1 വർഷത്തോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ആ ഒളിയുദ്ധത്തിന് അവിടെ അവസാനമായി. മലനിരകളുടെ റാണി, കാടിന്റെ പുത്രി ഇപ്പോൾ വെള്ളക്കാരന്റെ തടവിലായിരിക്കുന്നു. അവളുടെ കയ്യിൽ വിലങ്ങുകൾ വീണു. അവളെ അറസ്റ്റ് ചെയ്ത ക്യാപ്റ്റൻ മക്ഡൊണാൾഡ് അത്ഭുതത്തോടെ അവളെ നോക്കി. മെലിഞ്ഞുണങ്ങിയ, ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത കണ്ണുകളുള്ള ഒരു പെൺകുട്ടി. ഇതാണോ തങ്ങളെ 1 വർഷത്തോളം വട്ടം കറക്കിയ ആ മാന്ത്രിക റാണി? അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ പേരെന്താണ്? അയാൾ ചോദിച്ചു. അവൾ തലയുയർത്തി ആ സായിപ്പിന്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. അവളുടെ ശബ്ദം പതറിയില്ല. ഗൈഡിൻ ലീവ്. അവളെ പിടികൂടിയ വാർത്ത ബ്രിട്ടീഷ് അധികാരികൾക്ക് വലിയ ആശ്വാസമായി. അവർ അതൊരു വലിയ ആഘോഷമാക്കി. നാഗന്മാരുടെ ജോൺ ഓഫ് ആർക്കിനെ പിടികൂടി എന്ന് അവർ പത്രങ്ങളിൽ വാർത്ത കൊടുത്തു. തങ്ങളുടെ റാണിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഗൈഡിൻ ലൂവിന്റെ വിചാരണ ഒരു പ്രഹസനം മാത്രമായിരുന്നു.
ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അവളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണമായിരുന്നു. ഹെരാക്ക പ്രസ്ഥാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഗൈഡിൻ ല്യൂവിനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ഇംഫാലിൽ വെച്ചായിരുന്നു വിചാരണ. അവളെ ചോദ്യം ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പൊളിറ്റിക്കൽ ഏജന്റായിരുന്ന ജെ.സി. ഹിഗിൻസ് അവരുടെ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. "നീ എന്തിനാണ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്തത്?" അയാൾ ചോദിച്ചു. "ഇത് ഞങ്ങളുടെ നാടാണ്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളെ ഭരിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നു. ഞങ്ങളുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നു. ഒരു വിദേശ ശക്തിക്കു മുന്നിലും തലകുനിക്കാൻ ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോരാടിയത്." അവൾ കൂസലില്ലാതെ മറുപടി പറഞ്ഞു. "ജഡോനാങ്ങിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാനാണോ നീ ഇതൊക്കെ ചെയ്തത്?" "ജഡോനാങ്ങിന്റെ മരണം ഒരു കാരണമാണ്. പക്ഷെ അതിനുമപ്പുറം എന്റെ ജനതയുടെ സ്വാതന്ത്ര്യമാണ് എന്റെ ലക്ഷ്യം. വെള്ളക്കാരെ ഈ മണ്ണിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഈ പോരാട്ടം തുടരും. ഞാനില്ലെങ്കിലും മറ്റൊരാൾ ഈ പതാക ഏന്തും." ആ 16-കാരിയുടെ വാക്കുകളിലെ തീവ്രതയും ആത്മവിശ്വാസവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു. ഇവളെ പുറത്തുവിട്ടാൽ അപകടമാണെന്ന് അവർ ഉറപ്പിച്ചു. അവളുടെ മേൽ കൊലപാതകം, കലാപത്തിന് ആഹ്വാനം ചെയ്യൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി. അവളെ സഹായിച്ച ഗ്രാമങ്ങൾക്കും കനത്ത പിഴയിട്ടു. പുലോയ് ഗ്രാമത്തെപ്പോലുള്ളവയെ അവർ പൂർണ്ണമായും ചുട്ടരിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെ എതിർക്കുന്നവരുടെ ഗതി ഇതായിരിക്കുമെന്ന്. വിചാരണക്കൊടുവിൽ 1933 കോടതി ഗൈഡിൻ ല്യൂവിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ജീവപര്യന്തം. ആ വാക്കിന്റെ ഭീകരതയൊന്ന് ആലോചിച്ചു നോക്കൂ. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം, അവളുടെ യൗവനം, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം ഒരു ഇരുട്ടറയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഹോമിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അവളെ ആദ്യം ഗുവാഹത്തി ജയിലിലേക്കാണ് അയച്ചത്. പിന്നീട് ഷില്ലോങ്ങിലേക്കും ഐസ്വാളിലേക്കും ഒടുവിൽ അസമിലെ തുറ എന്ന വിദൂരമായ ജയിലിലേക്കും മാറ്റി. അവളെ എപ്പോഴും ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത്. മറ്റു തടവുകാരുമായി സംസാരിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ അവളെ അത്രയേറെ ഭയന്നിരുന്നു. അവളുടെ ആശയങ്ങൾ മറ്റു തടവുകാരിലേക്ക് പടരുമോ എന്നായിരുന്നു അവരുടെ പേടി. ആ ജയിൽവാസം ഭീകരമായിരുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല. സൂര്യരശ്മി പോലും നേരാവണ്ണം കടന്നുവരാപ്പ ഒരു ചെറിയ മുറി, നിലത്ത് ഒരു പായ, അലൂമിനിയത്തിന്റെ ഒരു പാത്രം. അതായിരുന്നു അവളുടെ ലോകം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഋതുക്കൾ മാറിമറിഞ്ഞു. പുറത്തു ലോകം മാറുകയായിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യസമരം അതിന്റെ മൂർധന്യത്തിലെത്തുകയായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവുമൊക്കെ നടന്നു. പക്ഷേ ഇതൊന്നും ഗൈഡിൻ ല്യൂ അറിഞ്ഞില്ല. അവൾ ആ ഇരുട്ടറയിൽ തനിച്ചായിരുന്നു. അവളുടെ പോരാളികൾ പലരും കൊല്ലപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്തിരുന്നു. ഹെരാക്ക പ്രസ്ഥാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. നാഗാകുന്നുകളിലെ ആ സ്വാതന്ത്ര്യത്തിന്റെ കനൽ ബ്രിട്ടീഷുകാർ ഊതിക്കെടുത്തി. ഗൈഡിൻ ല്യൂ എന്ന പേര് പതുക്കെ പതുക്കെ ആളുകൾ മറന്നു തുടങ്ങി. സ്വന്തം ജനത പോലും അവളെ മറന്നു. പക്ഷെ ചരിത്രത്തിന് അതിൻ്റേതായ ചില വഴികളുണ്ട്. മറവിയിലേക്ക് തള്ളപ്പെട്ട ചില പേരുകളെ അത് ചിലപ്പോൾ അത്ഭുതകരമായി തിരികെ കൊണ്ടുവരും. ഗൈഡിൻ ല്യൂവിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. വർഷങ്ങൾ കടന്നുപോയി. 1937 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കായി അസം സന്ദർശിക്കുകയായിരുന്നു. സിൽച്ചാർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നെഹ്റുവിനോട് നാഗാകുന്നുകളിലെ ഈ ധീരയായ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന ഒരു 16-കാരിയുടെ കഥ. നെഹ്റുവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കഥ സത്യമാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹം ഗൈഡിൻ ല്യൂവിനെ കണ്ടത്. അദ്ദേഹം അവളെ നേരിൽ കാണാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടീഷ് അധികാരികൾ അനുവാദം നൽകിയില്ല. നെഹ്റു ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഗൈഡിൻ ല്യൂവിനെക്കുറിച്ച് എഴുതി. അദ്ദേഹം അവളെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചു. ആ പേര് പിന്നീട് ചരിത്രത്തിൽ സ്ഥിരപ്പെട്ടു. നെഹ്റു എഴുതി, നാഗന്മാരുടെ ഈ ധീരയായ മകളെക്കുറിച്ചോർക്കുമ്പോൾ നമുക്ക് ദുഃഖവും അഭിമാനവും തോന്നുന്നു. ഒരു ദിവസം അവൾ സ്വതന്ത്രയാകും. അവൾക്കുവേണ്ടി മാത്രമല്ല, അവളുടെ ജനതയ്ക്കുവേണ്ടിയും അവൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഗൈഡിൻ ല്യൂ എന്ന പേരിനെ വീണ്ടും വാർത്തകളിലെത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. ഈ വാർത്തയൊന്നും തുറ ജയിലിലെ ഇരുട്ടറയിൽ ഗൈഡിൻ ല്യൂ അറിഞ്ഞിരുന്നില്ല. അവൾ അവിടെ തന്റെ ഏകാന്തമായ ജീവിതം തുടരുകയായിരുന്നു. ഓരോ ദിവസവും അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒരുനാൾ തന്റെ നാട് സ്വതന്ത്രമാകുമെന്നും
തനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നും അവൾ വിശ്വസിച്ചു. ആ വിശ്വാസം മാത്രമായിരുന്നു അവളുടെ ഏക കൂട്ട്. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. 1940, 41, 42 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങി. സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അവർ ഇംഫാൽ വരെ എത്തി. ആ സമയത്ത് നാഗാ കുന്നുകൾ വീണ്ടും ഒരു യുദ്ധഭൂമിയായി. ജപ്പാന്റെ സഹായത്തോടെ INA ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു. ചില നാഗന്മാർ INAയെ പിന്തുണച്ചു. ഒരുപക്ഷേ ആ സമയത്ത് ഗൈഡിൻ ല്യൂ പുറത്തുണ്ടായിരുന്നെങ്കിൽ ചരിത്രം തന്നെ മറ്റൊന്നായേനെ. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രയായി. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടങ്ങൾക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവത്യാഗത്തിനും ശേഷം ബ്രിട്ടീഷ് പതാക താഴ്ന്നു. ത്രിവർണ പതാക ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഉയർന്നു. രാജ്യം മുഴുവൻ ആ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിലും തുറ ജയിലിലെ ഇരുട്ടറയിൽ ഒരു സ്ത്രീ തടവുകാരിയായി തുടർന്നു. സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയുടെ ഭരണാധികാരികൾ പോലും അവളെ മറന്നുപോയിരുന്നു. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്റെ യൗവനം മുഴുവൻ ഹോമിച്ചവൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പ്രഭാതം കാണാൻ കഴിയാതെ ജയിലിൽ തുടർന്നു. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്നായിരുന്നു അത്. അവൾ 14 വർഷം ആ ജയിലിൽ കഴിഞ്ഞു. 17ാമത്തെ വയസ്സിൽ കയറിയതാണ്. പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് 32 വയസ്സായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ആ ഇരുട്ടറകൾ അവളിൽ നിന്ന് കവർന്നെടുത്തിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രിയായ നെഹ്റുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അവളെ മോചിപ്പിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ സർക്കാർ അവളെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടു. 1947 ഒക്ടോബർ 14 റാണി ഗൈഡിൻ ല്യൂ ആ ജയിലിന്റെ പടിയിറങ്ങി. ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ മണ്ണിലേക്ക് അവൾ കാലെടുത്തുവെച്ചു. 32 വയസ്സുള്ള ആ സ്ത്രീയുടെ കണ്ണുകളിൽ പക്ഷേ സന്തോഷമായിരുന്നില്ല, ഒരു തരം മരവിപ്പായിരുന്നു. കാരണം അവൾ ഉപേക്ഷിച്ചുപോയ ലോകമായിരുന്നില്ല അവളെ പുറത്തു കാത്തിരുന്നത്. അവൾ തന്റെ ഗ്രാമമായ ലോങ് കാവോയിലേക്ക് മടങ്ങി. പക്ഷെ ആ മടക്കയാത്ര സന്തോഷകരമായിരുന്നില്ല. അവളുടെ പഴയ കൂട്ടുകാരും പോരാളികളും പലരും മരിച്ചിരുന്നു. ജീവിച്ചിരുന്നവർ തന്നെ പലായനം ചെയ്യുകയോ പുതിയ ജീവിതരീതികളുമായി പൊരുത്തപ്പെടുകയോ ചെയ്തിരുന്നു. അവളുടെ സ്വന്തം കുടുംബം പോലും ചിതറിപ്പോയിരുന്നു. ഏറ്റവും വലിയ ആഘാതം അതായിരുന്നില്ല. നാഗാക്കുന്നുകളിലെ രാഷ്ട്രീയം ആകെ മാറിയിരുന്നു. അവൾ ജയിലിൽ പോകുമ്പോൾ പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. വെള്ളക്കാരനെ പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ശത്രു മാറിയിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാഗാ നാഷണൽ കൗൺസിൽ എന്നൊരു പുതിയ സംഘടന ശക്തമായിക്കൊണ്ടിരുന്നു. അതിന്റെ നേതാവ് അങ്കാമി സാപ്പു ഫിസോയായിരുന്നു. ഫിസോയുടെ ലക്ഷ്യം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല, ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് ഒരു സ്വതന്ത്ര പരമാധികാര നാഗാരാഷ്ട്രം, അതായത് നാഗാലിം സ്ഥാപിക്കുക എന്നതായിരുന്നു. അവർ ഇന്ത്യയെ ഒരു പുതിയ അധിനിവേശ ശക്തിയായിട്ടാണ് കണ്ടത്. ഇവിടെയാണ് റാണി ഗൈഡിൻ ല്യൂവിന് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. അവൾ പോരാടിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു. നെഹ്റുവിനെപ്പോലുള്ള നേതാക്കൾ അവളെ നാഗന്മാരുടെ റാണി എന്ന് വിളിച്ചാദരിച്ചിരുന്നു. ഇന്ത്യയോട് ചേർന്ന് നിന്നുകൊണ്ട് നാഗന്മാരുടെ സംസ്കാരവും സ്വയംഭരണവും സംരക്ഷിക്കണമെന്നായിരുന്നു അവളുടെ നിലപാട്. എന്നാൽ ഫിസോയുടെ NNC ആകട്ടെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി വിട്ടുപോകണം എന്നു വാദിച്ചു. ഈ നിലപാട് വ്യത്യാസം അവളെയും NNCയെയും തമ്മിൽ വലിയ ശത്രുതയിലാക്കി. NNCയുടെ പ്രവർത്തകർ ഭൂരിഭാഗവും ക്രിസ്ത്യൻ മതവിശ്വാസികളായിരുന്നു. അവർ ഗൈഡിൻ ല്യൂവിനെയും അവളുടെ ഹെരാക്ക പ്രസ്ഥാനത്തെയും ഒരുപോലെ എതിർത്തു. ഹെരാക്ക പ്രസ്ഥാനം നാഗന്മാരുടെ പഴയ പാരമ്പര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണെന്നും അത് തങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാണെന്നും അവർ വാദിച്ചു. അവർ ഗൈഡിൻ ല്യൂവിനെ ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റ് എന്ന് മുദ്രകുത്തി. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങിയപ്പോൾ സ്വന്തം ജനതയുടെ ഒരു വിഭാഗം തന്നെ അവളെ ശത്രുവായി കാണുന്നു. ഇതിലും വലിയൊരു ദുരന്തം ഒരു പോരാളിക്ക് വരാനുണ്ടോ? ഇന്ത്യൻ സർക്കാർ അവളെ സഹായിക്കാൻ ശ്രമിച്ചു. നെഹ്റു അവൾക്ക് താമരശ്ശേരിയിലുള്ളതുപോലെ, അതായത് ഇംഫാലിൽ, ഒരു വീട് വെച്ചുകൊടുക്കാൻ സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ സ്വന്തം നാട്ടിൽ ജീവിക്കാനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. പക്ഷേ സ്വന്തം നാട്ടിൽ പോലും അവൾക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിഞ്ഞില്ല. NNCയുടെ ഭീഷണി ശക്തമായപ്പോൾ അവൾക്ക് തന്റെ ഗ്രാമം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അവൾ വീണ്ടും ഒരു അഭയാർത്ഥിയായി. സ്വതന്ത്ര ഇന്ത്യയിൽ സ്വന്തം നാട്ടിൽ അവൾക്ക് ഒളിവിൽ കഴിയേണ്ട അവസ്ഥ വന്നു. ഏകദേശം 6 വർഷത്തോളം 1950കളുടെ തുടക്കത്തിൽ അവൾ ഇങ്ങനെ പലയിടങ്ങളിലായി മാറി മാറി താമസിച്ചു. അവളുടെ കൂടെ പഴയ ഹെരാക്ക പ്രസ്ഥാനത്തിലെ
ഏതാനും വിശ്വസ്തരേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ജീവിതത്തിലെ ഈ കാലഘട്ടം വളരെ വേദനാജനകമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ജയിലിനേക്കാൾ ഭയാനകമായിരുന്നു സ്വന്തം ജനതയിൽ നിന്നുള്ള ഈ ഒറ്റപ്പെടൽ. അവൾ ഇന്ത്യൻ സർക്കാരിന് കത്തുകൾ എഴുതി. ഞാൻ എന്റെ ജനതയ്ക്കു വേണ്ടിയാണ് പോരാടിയത്, പക്ഷെ ഇന്നവർ എന്നെ ഒരു ശത്രുവായി കാണുന്നു. എനിക്കും എന്റെ ആളുകൾക്കും സംരക്ഷണം വേണം. അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു: ഹെരാക്ക പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുക, നാഗന്മാരുടെ പരമ്പരാഗതമായ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കുക. ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുതന്നെ നാഗന്മാർക്കു വേണ്ടി ഒരു പ്രത്യേക ഭരണപ്രദേശം നേടിയെടുക്കുക. ഇതായിരുന്നു അവളുടെ സ്വപ്നം. 1960കളിൽ നാഗാ കുന്നുകളിലെ സാഹചര്യം കൂടുതൽ വഷളായി. NNCയുടെ നേതൃത്വത്തിൽ സായുധ കലാപം അതിന്റെ പാരമ്യത്തിലെത്തി. ഇന്ത്യൻ സൈന്യവും നാഗാ വിഘടനവാദികളും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകൾ നടന്നു. ഈ സംഘർഷങ്ങൾക്കിടയിൽ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ സമയത്താണ് റാണി ഗൈഡിൻല്യൂ വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. തന്റെ ജനങ്ങളെ സംരക്ഷിക്കാനും ഹെരാക്ക പ്രസ്ഥാനത്തെ സായുധ കലാപക്കാരിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി അവൾ വീണ്ടും ആയുധമെടുക്കാൻ നിർബന്ധിതയായി. അതെ, 60-ാം വയസ്സിനോടടുത്ത പ്രായത്തിൽ ആ ധീരയായ സ്ത്രീ വീണ്ടും ഒരു ഗറില്ല നേതാവായി. അവൾ ഏകദേശം 1000 അനുയായികളുള്ള ഒരു ചെറിയ സൈന്യം രൂപീകരിച്ചു. അവർ കാട്ടിൽ ഒളിച്ചു താമസിച്ച് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന നാഗാ വിഘടനവാദികൾക്കെതിരെ പോരാടി. ഇതൊരു വിചിത്രമായ യുദ്ധമായിരുന്നു. ഒരു വശത്ത് ഇന്ത്യൻ സൈന്യം, മറുവശത്ത് നാഗാ വിഘടനവാദികൾ. ഇവർക്കിടയിൽ തങ്ങളുടെ അസ്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന റാണി ഗൈഡിൻല്യൂവും അവളുടെ ഹെറാക്ക സൈന്യവും. അവൾ വീണ്ടും ഒളിവുജീവിതം നയിക്കാൻ തുടങ്ങി. വീണ്ടും മലനിരകളിലൂടെയുള്ള പലായനം. ഒരു ജീവിതകാലം മുഴുവൻ പോരാടാനും ഒളിച്ചു താമസിക്കാനും വിധിക്കപ്പെട്ടവളായിരുന്നു അവൾ. ഒടുവിൽ 1966-ൽ ഇന്ത്യൻ സർക്കാർ ഇടപെട്ടു. അവർ റാണി ഗൈഡിൻല്യൂവുമായി ഒരു സമാധാന ചർച്ച നടത്തി. 6 വർഷം നീണ്ട ഒളിവുജീവിതം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വരാൻ സർക്കാർ അവളോട് അഭ്യർത്ഥിച്ചു. അവളുടെയും അവളുടെ അനുയായികളുടെയും സുരക്ഷ സർക്കാർ ഉറപ്പു നൽകി. നാഗന്മാരുടെ സാംസ്കാരിക ഉന്നമനത്തിനായി പ്രവർത്തിക്കാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് 1966 ഫെബ്രുവരിയിൽ റാണി ഗൈഡിൻല്യൂവും അവളുടെ 400-ൽ പരം അനുയായികളും ഇന്ത്യൻ സർക്കാരിന് മുന്നിൽ തങ്ങളുടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി. അങ്ങനെ അവളുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഗറില്ല യുദ്ധത്തിനും അവസാനമായി. അതിനുശേഷമുള്ള അവളുടെ ജീവിതം സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടതായിരുന്നു. അവൾ കോഹിമയിൽ താമസമാക്കി. സർക്കാർ അവൾക്ക് സ്വാതന്ത്ര്യസമര സേനാനികൾക്കുള്ള പെൻഷൻ അനുവദിച്ചു. അവൾ തന്റെ ജീവിതം മുഴുവൻ ഹെരാക്ക പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനായി ഉപയോഗിച്ചു. സെലിയാർറൂങ് ജനതയുടെ ഐക്യത്തിനും അവരുടെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും വേണ്ടി അവൾ അക്ഷീണം പ്രയത്നിച്ചു. അവരുടെ പ്രവർത്തനങ്ങളെ മാനിച്ച് ഇന്ത്യൻ സർക്കാർ അവളെ പല പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. 1972-ൽ താമ്രപത്ര സ്വാതന്ത്ര്യ പുരസ്കാരം ലഭിച്ചു. 1982-ൽ രാഷ്ട്രം അവളെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1983-ൽ വിവേകാനന്ദ സേവാ പുരസ്കാരവും അവളെ തേടിയെത്തി. പക്ഷേ ഈ പുരസ്കാരങ്ങൾക്കൊന്നും അവളുടെ മനസ്സിലെ മുറിവുണക്കാൻ കഴിഞ്ഞിരുന്നില്ല. തന്റെ ജനത പൂർണ്ണമായും ഒന്നിക്കാത്തതും നാഗാ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാത്തതും അവളെ എപ്പോഴും വേദനിപ്പിച്ചു. ജീവിതത്തിന്റെ അവസാനകാലത്ത് അവൾ തന്റെ ജന്മനാടായ ലോങ്കാവോയിലേക്ക് മടങ്ങി. എവിടെ നിന്നാണോ ആ വലിയ യാത്ര തുടങ്ങിയത്, അവിടെ തന്നെ അത് അവസാനിപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. 1993 ഫെബ്രുവരി 17-ന് തന്റെ 78-ാം വയസ്സിൽ റാണി ഗൈഡിൻല്യൂ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു ജീവിതം മുഴുവൻ തന്റെ ജനതയ്ക്കു വേണ്ടി പോരാടിയ ആ ധീരയായ സ്ത്രീയുടെ ഇതിഹാസത്തിന് അവിടെ തിരശീല വീണു. റാണി ഗൈഡിൻല്യൂവിന്റെ ജീവിതം ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരസേനാനി? ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആരുടെ കഥകളാണ് എഴുതപ്പെടേണ്ടത്? ആരുടെ കഥകളാണ് വിസ്മരിക്കപ്പെടുന്നത്? അവരുടെ കഥ ഇന്ത്യയുടെ ഔദ്യോഗിക ചരിത്രപുസ്തകങ്ങളിൽ പലപ്പോഴും ഒരു അടിക്കുറിപ്പ് മാത്രമാണ്. പക്ഷേ അവരുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും തളരാത്ത പോരാട്ടവീര്യത്തിന്റെയും ഒരു വലിയ പാഠപുസ്തകം.